ഒരിടത്ത് ഒരു അമ്മായിമ്മയും മരുമകളും ദിവസവും വീട്ടിൽ വഴക്കാണ്. മരുമകൾ ഉണ്ടാക്കുന്ന ഫുഡ് കൊള്ളത്തില്ല, ഒന്നെങ്കിൽ ഉപ്പ് കൂടിപ്പോയി, ഇല്ലെങ്കിൽ എരിവ് കൂടിപ്പോയി, ഉപ്പ് കുറഞ്ഞു പോയി, ശരിക്കും വേഗുന്നില്ലെന്ന് പറഞ്ഞാൽ ദിവസവും അമ്മായിമ്മ മരുമകളുമായിട്ട് ഫൈറ്റിംഗ് ആണ്. അപ്പം ഒരു ദിവസം എന്ത് ചെയ്തു, അമ്മായിമ്മ തൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് ഇങ്ങനെ പുറത്തു പോയി. അപ്പം ഫ്രണ്ട് ചോദിച്ചു, നിൻ്റെ പുതിയ മരുമോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ പാചകം ശരിക്കും അറിയത്തില്ല, എങ്ങനെ പോയാലും എന്തേലും ഒരു മിസ്റ്റേക്ക് കുക്കിങ്ങിൽ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് ദിവസവും ഞങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ട ഉടനെ ഫ്രണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് മുതൽ നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തു. അപ്പം അമ്മായിമ്മ തിരിച്ച് വീട്ടിൽ വന്നിട്ട് മരുമോൾ കുക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പം അമ്മായിമ്മ അത് കഴിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, മരുമോളെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ കൊള്ളാം, ഇന്നത്തെ ഫുഡ് അടിപൊളിയാണ്, പക്ഷേ ഇച്ചിരി എരിവ് കൂടിപ്പോയി, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ മരുമോൾ ഇതുപോലെ പാചകം ചെയ്ത് കൊടുത്തപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, കൊള്ളാലോ, നീ ഫുഡ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ ഇന്നത്തെ ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് ഒന്ന് കുറഞ്ഞു പോയി, നീ ആ ഉപ്പൊക്കെ ഒന്ന് ഇടുമ്പോൾ ഒന്ന് നോക്കിയിടുക, ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഉപ്പ് കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നീ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞു. അപ്പം മൂന്നാമത്തെ ദിവസവും മരുമകൾ കുക്ക് ചെയ്തിട്ട് അമ്മായിമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മായിമ്മ അത് കഴിച്ചപ്പോൾ അമ്മായിമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും കണ്ണിൽ കൂടെ വെള്ളം വരികയും, കാരണം എന്ന് വെച്ചാൽ അന്ന് ഫുഡെന്ന് വെച്ചാൽ നന്നായിട്ട് ചോറൊക്കെ നല്ലപോലെ കുക്കായി, കറിക്കൊക്കെ നല്ല ഒരു ടേസ്റ്റ്, ഉപ്പ് ആ പാകത്തിന്, എരിവ് പാകത്തിന് എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മായിമ്മ മരുമോളെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ഇന്ന് നീ അടിപൊളി പെർഫെക്റ്റായിട്ട് കുക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ മരുമകൾക്ക് ഭയങ്കര സന്തോഷമാണ് വന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ വീട്ടിലും പലപ്പോഴും, വീടുകളിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും നമുക്ക് ദേഷ്യം തോന്നുന്ന സമയത്ത് ഒരാളെ കറക്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇപ്പം നമ്മൾ ഒരാളെ കറക്റ്റ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ നമ്മൾ ദേഷ്യത്തോട് പറയുന്ന ഒരു കാര്യവും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകത്തുമില്ല, അതുപോലെ തന്നെ ആ വ്യക്തിക്ക് അത് കറക്റ്റ് ചെയ്യണമെന്നുള്ളൊരു ഫീലും വരത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ദേഷ്യമല്ലാതെ ശാന്തമായിട്ടും പ്രശാന്തമായിട്ട് ഇരുന്നേച്ച് നമ്മൾ അവരെ വിളിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ വ്യക്തി മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അല്ലാതെ ദേഷ്യത്തിൽ പറയുന്ന ഒരു കാര്യവും നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കറക്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും നോക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ കുഞ്ഞുങ്ങളോടാണെങ്കിലും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കുമ്പം ദേഷ്യത്തിലായിരിക്കും. നമ്മുടെ ഫ്രസ്ട്രേഷനൊക്കെ കാണും നമ്മുടെ ഉള്ളിൽ, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത് അറിയേണ്ട കാര്യമില്ല. നമ്മൾ ഒരു വ്യക്തിയോ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോടോ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടാണെങ്കിൽ ആ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശാന്തമായിട്ട് നിന്നിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക.